കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഈ വെസ്റ്റ് ഹിൽ ശാന്തിനഗറിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു നിലവിലെ അവസ്ഥ എന്താണ്? ആശങ്കപ്പെടേണ്ട എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ജാഗ്രതയുടെ ഭാഗമായി, ഓറഞ്ച് മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ബീച്ചിലടക്കം എത്രത്തോളം ജാഗ്രതയും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്? ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ഈ കള്ളക്കടൽ പ്രതിഭാസമെല്ലാം പൊതുവെ സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആ തലത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വടക്കൻ മേഖലയിലേക്കും അത് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടുകൂടി കോഴിക്കോട് വെസ്റ്റ് ഹിൽ കോളനിയിൽ, വെസ്റ്റ് ഹിൽ കടലിനടുത്തുള്ള ഈ ശാന്തിനഗർ കോളനിയിൽ ഏകദേശം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലെ ബീച്ചുകളിൽ ഇത്തരത്തിലൊരു കടൽക്ഷോഭവും ഉയർന്ന തിരമാലകളുടെ സാന്നിധ്യമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഈ രാത്രി 10 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ അകത്തളങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 20ഓളം വീടുകളിൽ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകളെല്ലാം ഇന്നലെ രാത്രി തന്നെ അത്തരത്തിൽ ആശങ്കയുടെ ഭാഗമായി തന്നെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വീട്ടുപകരണങ്ങളെല്ലാം പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് മാറ്റി സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ തന്നെയാണ് ഈ വെസ്റ്റ് ഹിൽ പ്രദേശത്തെ ഈ ശാന്തിനഗർ കോളനിയിലെ ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കടൽഭിത്തിയുടെ ഒരു അഭാവം തന്നെയാണ്. അതായത് ഈ പ്രദേശത്തുണ്ടായിരുന്ന 250 മീറ്റർ കടൽ ഭിത്തി തകർന്ന ഒരു അവസ്ഥയിലാണ്. അതിന് ബദലായി കുറച്ച് കല്ലുകൾ ആ പ്രദേശത്ത് പാകിയിട്ടുണ്ടെങ്കിലും ഇന്നലെ ഈ കടൽക്ഷോഭം അകത്തേക്ക് കയറിയതോടുകൂടി തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായതോട് തന്നെ ഈ കല്ലുകളും പൊളിഞ്ഞിളകി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ തരത്തിൽ വളരെ ദുരിതത്തിലാണ് ആ പ്രദേശത്തെ ആളുകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ കടൽ ഭിത്തി പുനർനിർമ്മിക്കണം തന്നെയാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്, നമുക്കറിയാം, ദിവസ വേതനക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീടിനുണ്ടാവുന്ന ഒരു ചെറിയ തകരാറ് പോലും വളരെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇന്നലെ കണ്ണൂർ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ മുഴുപ്പലങ്ങാടിയിലും ഇത്തരത്തിൽ ഈ തിരമാലകൾ ഉയർന്നു പോകുന്ന, അതായത് ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ മണൽത്തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ വടക്കൻ മേഖലകളിൽ കൂടി ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം വരുന്ന ഒരു വാർത്തകൾ ഓരോ ദിവസം കഴിയുന്നവരും പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് ഈ ബീച്ചിലേക്ക് ഒരു സമയം വരെ ഈ ഇത്തരത്തിലുള്ള സഞ്ചാരികൾ പ്രവേശിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളെല്ലാം അഴിച്ചു മാറ്റുന്ന ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തായാലും ഇന്നലെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കനത്ത നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ അധികാരികൾ നൽകിയിരിക്കുന്നത്. KP